അപ്പോൾ ഫോക്കസിന്റെ കട്ടൻ ചായയും ഇലക്ഷൻ ടോക്കിലേക്കും എല്ലാവർക്കും സ്വാഗതം. അതെ, എല്ലാ തരത്തിലും ലോക്സഭ ഇലക്ഷനുള്ള സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞു വരികയാണ്. പല മണ്ഡലങ്ങളിലും തെളിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിനെ പറ്റിയിട്ടാണ്. അതെ, അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പാർട്ടികൾ പ്രതീക്ഷിക്കുന്ന ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള കടുത്ത ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം അല്ലേ? എപ്പോഴും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. ഇക്കുറി സ്ഥാനാർത്ഥികളുടെ പേര് ഒന്ന് ഫൈനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ നിശ്ചയിക്കാനായിട്ട് കുറച്ചധികം താമസം എടുത്തു എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ചും ശശി തരൂരിനെ പോലുള്ളൊരു 3 തവണ സിറ്റിംഗ് MP ആയിട്ടുള്ളൊരു സ്ഥാനാർത്ഥിക്കെതിരെ ആരെ നിർത്തണമെന്നുള്ള സംശയമായിരിക്കും രണ്ട് പാർട്ടികൾക്കും ഉണ്ടായിരുന്നു അല്ലേ? അതായത് BJPയുടെ ആയിരുന്നാലും വലിയ വമ്പന്മാരൊക്കെ നിന്നിട്ട് ജയിക്കാൻ കഴിയാത്തൊരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം മണ്ഡലം. ആദ്യം എന്താണ് കുമ്മനം രാജശേഖരൻ, അതുപോലെ തന്നെ ഒ രാജഗോപാൽ അടക്കമുള്ള BJP പാർട്ടിയിലുള്ളതിൽ സമുന്നതരായ നേതാക്കന്മാരൊക്കെ നിന്നിട്ട് പോലും ലഭിക്കാതെ പോയൊരു മണ്ഡലം. പക്ഷേ CPMനെ സംബന്ധിച്ചും പന്ന്യൻ രവീന്ദ്രൻ ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെയാണ്, അതിൽ തർക്കമില്ല. പക്ഷേ അതിന് മുൻപ് 2 തവണയും 3-ാം സ്ഥാനത്തേക്ക് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ പന്ന്യൻ രവീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. താനിനി ലോക്സഭാ മത്സരങ്ങളിലേക്കില്ല, ഇലക്ഷൻ മത്സരത്തിലേക്കില്ല എന്ന് പറഞ്ഞിട്ട് പന്ന്യനെ പിടിച്ചു വലിച്ചുകൊണ്ട് വന്നു എന്ന് വേണം പറയാൻ. പക്ഷേ പന്ന്യൻ രവീന്ദ്രൻ എന്ന് പറയുമ്പോൾ നമുക്ക് CPM സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനെ എടുക്കുമ്പോൾ സത്യത്തിൽ CPMന്റെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വലിയൊരു തിരിച്ചുവരവിന് CPMനെ സഹായിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. മാത്രമല്ല ഒരു വിവാദത്തിലും കൂടുതൽ പെടാതെ ലാളിത്യത്തോടെ ഒരു ജീവിതം നയിച്ചുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തനങ്ങളിലൊക്കെ എന്നും സജീവമായിരുന്ന ഒരു വ്യക്തി, നിരവധി പേർ ബഹുമാനിക്കുന്ന അല്ലെ, കുറച്ച് നല്ല കമ്മ്യൂണിസ്റ്റുകാർ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി എന്ന പന്ന്യൻ രവീന്ദ്രനെ പറയാം അല്ലെ? തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ ഒരു സ്ഥിതിയും ഉണ്ടാക്കുന്ന വിവാദങ്ങളും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ വളരെ ലളിതമായ ജീവിതം അച്യുതാനന്ദനെയൊക്കെ ഒരു പക്ഷെ നമുക്ക് ആ ഗണത്തിൽപ്പെടുത്താം. ഏതാണ്ട് 15 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 15-ാമത്തെ വയസ്സ് മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സജീവ സാന്നിധ്യമാണ് പന്ന്യൻ രവീന്ദ്രൻ. ആ ഒരു സമരം ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശന സമയത്ത് തന്നെ വലിയ രീതിയിലൊക്കെ ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് യുവാക്കളെയൊക്കെ അണിനിരത്തി വലിയൊരു സമരമൊക്കെ നയിക്കുന്ന ഒരു പന്ന്യനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ വികസനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്താലും പന്ന്യൻ രവീന്ദ്രന്റെ ആ ഒരു അദ്ദേഹം MP ആയിരുന്ന സമയത്ത് തന്നെയാണ് പല വികസന പ്രവർത്തനങ്ങളും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നടത്തുന്നത്. അത് ആരുടെ കഴിവ് മൂലം എന്നുള്ളതിനേക്കാൾ ഉപരി ആ ഒരു സമയത്താണ്, അദ്ദേഹത്തിന്റെ സമയത്ത് തന്നെയാണ് പല വികസന പ്രവർത്തനങ്ങളും ഇവിടേക്ക് വന്നത് എന്നുള്ളതും കൂടെ എടുത്തു പറയേണ്ടതുണ്ട് അല്ലേ? വീണ്ടും നമ്മൾ 2-ാമത്തെ സ്ഥാനാർത്ഥിയായി നമുക്ക് ശശി തരൂരിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. 3 തവണ എല്ലാവർക്കും ഒരുപാട് അറിയാവുന്ന മുഖമാണ്, ഒരുപാട് കേട്ടിട്ടുള്ള പേരാണ്. സിറ്റിംഗ് MP, ഇവിടുത്തെ സിറ്റിംഗ് MP കൂടിയാണെന്നുള്ളതുമാണ്. ഈ ശശി തരൂർ ഇത്തവണ എത്രത്തോളം ശശി തരൂരിന് വിജയ സാധ്യതയുണ്ട്? ഇത് ഈ 2 സ്ഥാനാർത്ഥികളിൽ നിന്ന് ഒരു വലിയൊരു തിരിച്ചടി ശശി തരൂർ പ്രതീക്ഷിക്കാമോ, അതോ അതൊക്കെ അസ്ഥാനത്താണോ? ശശി തരൂർ എക്കാലത്തും എനിക്ക് തോന്നുന്നു നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ വളരെയധികം മറ്റാൾക്കാർ നോക്കിക്കാണുന്നൊരു വിശ്വപൗരൻ എന്നൊക്കെ പറയത്തക്ക രീതിയിൽ എവിടെ ചെന്നാലും ഒരു വേദിയുള്ള, ആ വേദികളൊക്കെ കയ്യിലെടുക്കുന്ന, വളരെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ കാല് വെച്ചിട്ടുണ്ട്, അത് പ്രാസംഗികനാവട്ടെ, എഴുത്തുകാരനാവട്ടെ, അല്ലെങ്കിൽ നല്ലൊരു ഇൻ്റലക്ച്വൽ എന്നുള്ള നിലയ്ക്ക് എല്ലാ മേഖലയിലും സ്വന്തമായൊരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു പേഴ്സണാലിറ്റിയാണ് ശശി തരൂർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇവിടെ തിരുവനന്തപുരത്തെ വികസന പ്രവർത്തനങ്ങളൊക്കെ ഒരുപക്ഷെ ചർച്ച ചെയ്തുകൊണ്ട് തന്നെ ആകണം. അദ്ദേഹം 3 തവണ ഒരിക്കലും ഹാട്രിക് അടിച്ചതുപോലെയാണ് അല്ലേ? 3 തവണ അടുപ്പിച്ച് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് പ്രതിനിധീകരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ സ്ഥാനാർത്ഥിയാണ് അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. മാത്രവുമല്ല ശശി തരൂരിനെ പോലെ ഒരു വ്യക്തി, നേരത്തെ ജയശങ്കർ പറഞ്ഞതുപോലെ ഒരു വിശ്വപൗര സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി തിരുവനന്തപുരത്തുകാർക്ക് സംബന്ധിച്ച് ഒരുപക്ഷെ ഒരു അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നം കൂടെയാകും അല്ലേ? അത് തങ്ങൾക്ക് വേണ്ടി ഒരു നോളജുള്ള എഴുത്തുകാരനായ, അല്ലെങ്കിൽ നല്ല ഒരു ബോധമുള്ള ഒരു നേതാവ് എന്നൊക്കെ നമുക്ക് ശശി തരൂരിനെ പറയാം. അത്തരത്തിലൊരു വ്യക്തി ലഭിക്കുക, ഇന്റലിജന്റ് ആയ ഒരു വ്യക്തിയെ ലഭിക്കുക എന്നുള്ളത് ഒരു നേട്ടമായി കൂടെ തിരുവനന്തപുരത്തുകാർ കാണുന്നു എന്ന് തോന്നുന്നു. എനിക്ക് തിരുവനന്തപുരത്തെ ഒരുവിധം എല്ലാ മിഡിൽ ക്ലാസ്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പറയാൻ ശരിയല്ലെങ്കിൽ പോലും എല്ലാ മേഖലയിലും എല്ലാ തലങ്ങളിൽ നിൽക്കുന്ന ജനങ്ങൾക്ക് ഒരുവിധം സ്വീകാര്യനായിട്ടുള്ള മനുഷ്യൻ തന്നെയാണ് ശശി. തീർച്ചയായും. കാരണം യുവാക്കൾക്കായിരുന്നാലും മുതിർന്നവർക്കായിരുന്നാലും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകർക്കായിരുന്നാലും എനിക്ക് തോന്നുന്നു ശശി തരൂരിനെ സംബന്ധിച്ച് ഒരു പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ അല്ലാതെ
ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ സാധാരണക്കാർക്കുണ്ട് എന്നുള്ളത് അത് തന്നെയാണ്. പിന്നെ പലപ്പോഴെങ്കിലും വിവാദങ്ങളിലേട്ടൊക്കെ കടക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു പ്രതിച്ഛായക്ക് വലിയ കോട്ടം തട്ടുന്ന ഒരു സാഹചര്യം നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. തീർച്ചയായും. എന്തായാലും ശശി തരൂറും അവിടെ ഒരു സ്ഥാനാർത്ഥിയായുണ്ട്. മൂന്നാമത്തെ സ്ഥാനാർത്ഥി നമുക്ക് അറിയാം രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുമ്പോൾ തന്നെ ശശി തരൂരിനോടൊപ്പം നിൽക്കാൻ ആര് എന്നുള്ള ഒരു ചോദ്യചിഹ്നത്തിൽ നിന്നായിരിക്കണം ഒരു പക്ഷേ ദേശീയ പാർട്ടിയുടെ അല്ലെങ്കിൽ BJP-യുടെ നേതാവ് മോദിയാണ് സജസ്റ്റ് ചെയ്തതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, രാജീവ് ചന്ദ്രശേഖർ തന്നെ പറഞ്ഞതാണ്, മോദിയാണ് തന്നെ ഈ ഒരു ദൗത്യം ഏൽപ്പിച്ചതെന്നുള്ളതാണ്. എത്രത്തോളം ആ ഒരു ദൗത്യം ഈ രാജീവ് ചന്ദ്രശേഖറിന് അത് പ്രായോഗികമാക്കാൻ കഴിയും എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. കാരണം ഇദ്ദേഹവുമായി ഒരു അടുത്ത ബന്ധം സൂക്ഷിക്കാൻ തിരുവനന്തപുരത്തുകാർക്ക് കഴിയുമോ, മാനസികമായി അദ്ദേഹത്തെ സ്വീകരിക്കാൻ തിരുവനന്തപുരത്തുകാർക്ക് കഴിയുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നമല്ലേ? അദ്ദേഹത്തിൻ്റെ റൂട്ടുകളൊക്കെ കേരളത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ മലയാളിയാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ മലയാളികളാണ്. പല രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ശശി തരൂരിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ പല മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചൊരു വ്യക്തിയാണെങ്കിൽ കൂടിയും തിരുവനന്തപുരംകാർക്ക് അദ്ദേഹത്തിന് എത്രത്തോളം അടുത്തറിയാം എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ ഒരാളെ മത്സരിപ്പിക്കുമ്പോൾ അതൊരു സാധാരണ ആളാവാൻ പാടില്ല എന്നൊരു ഒരു വാശി BJPക്ക് ഉണ്ടായിരുന്നു. ആദ്യ സമയങ്ങളിൽ നിർമ്മല സീതാരാമൻ്റെ പേര് നമ്മൾ കേട്ടിരുന്നു. പിന്നീടാണ് ഇപ്പം നിലവിലത്തെ കേന്ദ്ര IT സഹമന്ത്രി കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് വരുന്നത്. പക്ഷേ അദ്ദേഹം നമ്മളൊരു പൊതുവേദികളിൽ, തിരുവനന്തപുരത്തിൻ്റെ പൊതുവേദികളിൽ കണ്ടിട്ടില്ല. അദ്ദേഹം എങ്ങനെയാണ് സാധാരണ ജനങ്ങളോട് ഇടപെടുന്ന അറിയത്തില്ല. ഒരു പക്ഷേ അദ്ദേഹം മലയാളം പോലും വ്യക്തമായി സംസാരിക്കുന്ന ആളാണോ എന്ന് കൂടി പലർക്കും അറിയില്ല. മലയാളം സംസാരിക്കുന്ന വ്യക്തി തന്നെയാണ്, വ്യക്തമായത്. ഗുജറാത്തിലാണ് ജനിച്ചതും വളർന്നതും പഠനവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം അവിടെയായിരുന്നു. പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ മലയാളികൾക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരത്തുകാർക്ക് എത്രത്തോളം സ്വീകാര്യനാണ് എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. സ്വീകാര്യനാകും എന്നുള്ളതിന് അദ്ദേഹം തെളിയിക്കേണ്ട ഒരു ബാധ്യത കൂടി അദ്ദേഹത്തിന് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ അതേസമയം തന്നെ കേന്ദ്ര BJP രാഷ്ട്രീയം NDA പറയുന്നത് ഇത്തരത്തിലൊരു മന്ത്രിയെ ഇവിടുന്ന് ജയിപ്പിച്ച് വിട്ടാൽ ചില വികസനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അത് എത്രത്തോളം അത് പ്രാവർത്തികമാകും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അല്ലേ. $1 മില്യൺ സംരംഭങ്ങളിലേക്ക് ആസ്തിയുള്ള വ്യക്തിയാണ്. അത്തരത്തിൽ വികസനവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള കോൺടാക്ട്സുകളും അതുപോലെ തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്ന വ്യക്തി എന്ന നിലയിൽ തന്നെയാണ് BJP അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നത്. തീർച്ചയായും. എന്തായാലും ഇത് 3 വ്യക്തികളും സത്യം പറഞ്ഞാൽ എടുത്തു പറയത്തക്ക എല്ലാ തരത്തിലുമുള്ള ക്വാളിറ്റിയുമുള്ള ഓരോരുത്തർ ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് ഇത്തവണ തിരുവനന്തപുരത്തെ ലോക്സഭാ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ശക്തമായ ഒരു ത്രികോണ മത്സരം തന്നെ ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ ഏറ്റവും അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ചുരുക്കം ചില മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് തിരുവനന്തപുരം എന്ന് പറയേണ്ടി വരും അല്ലേ. കാരണം കോൺഗ്രസിന് നിലവിലുള്ള സീറ്റ് വിട്ടുകൊടുക്കാനും സാധിക്കില്ല. എന്നാൽ BJPക്ക് ഈ കഴിഞ്ഞ 2 തവണയും ഏറ്റ അടിക്ക് ബദലായി കുറച്ചുകൂടെങ്കിലും വോട്ട് നില മെച്ചപ്പെടുത്തണം എന്നുള്ളതായിരിക്കും അവരുടെ ഒരു നേട്ടം. അല്ലെങ്കിൽ 1ാം സ്ഥാനത്തെത്താൻ തന്നെയായിരിക്കും എല്ലാ പാർട്ടികളും നോക്കുന്നത്. എന്തായാലും CPM-നെ സംബന്ധിച്ചും വലിയൊരു ഇതോടുകൂടി തന്നെയാണ്, വലിയൊരു ലക്ഷ്യം അവർക്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നിയമസഭാ ഇലക്ഷനിൽ മാത്രം കണ്ടുനിന്ന പല മുഖങ്ങളും, അതും സീനിയോറിറ്റിയുള്ള മുഖങ്ങളും ജനങ്ങൾക്ക് പരിചിതമായ മുഖങ്ങളെ എല്ലാം ഈ ലോക്സഭാ ഇലക്ഷനിലോട്ടൊക്കെ ഇറക്കിയിരിക്കുന്നത്. പന്നിന്റെ വേദന പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ സഖാക്കന്മാരുടെ അറിയുന്ന ആൾക്കാരുടെയൊക്കെ രവിയേട്ടനാണ്. എല്ലാവർക്കും അടുത്തറിയാവുന്ന വളരെ ജനകീയനായിട്ടുള്ള കാഴ്ചയിലും ഒരു വ്യത്യസ്തനായ ഒരു പ്രസ് ക്ലബിലേക്ക് റോഡിലെ ആ ഒരു ചായക്കടയിലേക്ക് വളരെ സാധാരണക്കാരനെ നടന്നു വരുന്ന ചായ കുടിക്കുന്ന ഒരു കൈലിയും കൊടുത്ത് ചായ കുടിക്കുന്ന തരത്തിൽ അത്രത്തോളം ലളിതമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ജനങ്ങളുമായി ഒരുപാട് അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ഒരു ഹൃദയം പൾസ് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ശശി തരൂരിനെ കുറിച്ച് നേരത്തെ ചില ഇതൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ശശി തരൂരിനെ കാണണമെങ്കിൽ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ വരണം എന്ന തരത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിലായിരിക്കും എന്നൊക്കെയുള്ള തരത്തിലുള്ള ഒരു ആരോപണങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതേസമയം പന്ന്യൻ രവീന്ദ്രനെ സംബന്ധിച്ചോളം അതിനൊക്കെ ഒരു അപവാദം തന്നെയാണ്. കാരണം അദ്ദേഹം എപ്പോഴും ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ലളിതമായി ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഒരു പക്ഷേ അത് CPM-ഉം അപ്പോൾ ആ സ്ഥാനം അവർ എടുത്തു കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയായിരിക്കും. ജയിച്ചാൽ ഞങ്ങൾ ഇവിടെ തന്നെ കാണും, നിങ്ങൾക്കൊപ്പം കാണുമെന്നുള്ളതാണ് CPM മുന്നോട്ട് വയ്ക്കുന്ന ചിത്രം. എന്തായാലും ഇതിപ്പോൾ 3 സ്ഥാനാർത്ഥികളും വളരെ ശക്തരാണ്. ആര് ജയിക്കണം എന്നുള്ളത്, ആരാണ് തങ്ങൾക്ക് വേണ്ടി ഉണ്ടാകേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. ഏറ്റവും ശക്തമായ മത്സരം ഇതിൽ 3 പാർട്ടികൾ, ഒരു ത്രികോണ മത്സരം എന്നതിലുപരി 2 വ്യക്തികളിലേക്ക് അല്ലെങ്കിൽ 2 പാർട്ടികളിലേക്ക് ചുരുങ്ങിയാൽ അത് എങ്ങനെയായിരിക്കും പറയില്ല? ഏറ്റവും ശക്തരായ 2 പേരെ തിരഞ്ഞെടുത്താൽ ആരെയൊക്കെ ആയിരിക്കും? എന്നോട് പറയുകയാണെങ്കിൽ നിലവിലത്തെ ഒരു ട്രെൻഡും അല്ലെങ്കിൽ ഇക്കാലയളവിൽ ഇത്രയും തിരുവനന്തപുരം ലോക്സഭാ ഇലക്ഷൻ നോക്കുമ്പോൾ
പ്രധാനമായിട്ടും ശശി തരൂരിന് തന്നെയാണ് ഒരു മേൽക്കൈയുള്ളത്. രണ്ടാം സ്ഥാനത്തേക്ക് ശശി തരൂരും അതുപോലെ പന്ന്യൻ രവീന്ദ്രനും തമ്മിലുള്ള ഒരു പോരാട്ടം തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഒന്നാം സ്ഥാനത്തേക്ക് ശശി തരൂരും രണ്ടാം സ്ഥാനത്തേക്ക് പന്ന്യൻ രവി മത്സരം എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും ഇത് പോവുക. എന്തുകൊണ്ടാണ്? കാരണം ഒരു രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തി തിരുവനന്തപുരത്തിന്റെ മനസ്സുമായി ഇണങ്ങുന്നില്ല എന്നുള്ളൊരു ചിന്തയാണോ? അതിന് നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഇനി പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ്, ഇനി തെളിയിക്കേണ്ട കാര്യമാണ്. ബാക്കി രണ്ടുപേർക്കും ആ ഒരു ബാധ്യതയില്ല. അതിനു മുൻപ് തന്നെ തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ തിരുവനന്തപുരത്തുകാർക്ക് ഒരുപാട് ജനകീയരായിട്ടുള്ള രണ്ട് നേതാക്കന്മാരാണ്. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഇനി അദ്ദേഹം എന്താണ്, ആരാണ്, ജനങ്ങളോട് എങ്ങനെയാണ് ഇടപെടുന്നത്, അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. അതെ, അത് ഇനി പ്രചാരണ പരിപാടികളിലൂടെയൊക്കെ ഇവരുടെ എന്തൊക്കെയാണ് വാഗ്ദാനം, അദ്ദേഹം ഒരു വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു, IT ഹബ്ബാക്കി തിരുവനന്തപുരത്തെ മാറ്റുമെന്നുള്ളത്, അതൊക്കെ ഒരു പക്ഷേ നമുക്കത് വിശ്വസിക്കാവുന്ന കാര്യങ്ങളായിരിക്കാം. കാരണം ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ തിരുവനന്തപുരത്തിന് ആവശ്യമായ എല്ലാ ഡെവലപ്മെന്റും ഓൾറെഡി തന്നെ ഉണ്ട്, അത് മറ്റൊരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ കൂടുതൽ വളർച്ചയിലേക്ക് നയിക്കാൻ ഒരു പക്ഷേ അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ സാന്നിധ്യം ഒരു പക്ഷേ സഹായിക്കുമെന്നുള്ളത് നമുക്ക് തർക്കമില്ല. കേന്ദ്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ആ ഒരു അധികാര പരിധി അദ്ദേഹത്തിന് വരുന്നത് കൊണ്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്ത് തന്നെയായിരുന്നാലും 3 സ്ഥാനാർത്ഥികളും ശക്തരാണ്. നമ്മുടെ ഇന്നത്തെ കട്ടൻ ചായയും ഇലക്ഷൻ ടോക്കും എന്ന നമ്മുടെ ഈ സെഗ്മെന്റിൽ ഒന്നാമത്തെ എപ്പിസോഡാണ്. അതിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ആര് ജയിക്കും എന്നുള്ളതിൽ അത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അത് ജനങ്ങളുടെ കയ്യിലുമാണ്. അത് അങ്ങനെ തന്നെ ആകണം. ജനങ്ങൾ ആ വിധിക്കട്ടെ, അല്ലേ? ജനങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടതല്ലേ. അപ്പോൾ ആ ഇലക്ഷൻ വരെ നമുക്ക് കാത്തിരിക്കാം. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മണ്ഡലവുമായി എത്താം, അല്ലേ? വീണ്ടും കാണാം.